أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين ما بعد. നമ്മൾ ഇന്നലെ എത്തിയത് ഫി ഷഹരി റബീഉൽ അവ്വൽ എന്ന ഭാഗത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഉദിപ്പിച്ചു, ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് ജനിച്ചു, റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചു എന്നാണ് നമ്മൾ ഇന്നലെ വായിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസത്തെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത്? മഹത്തറമായ, ബഹുമാനിക്കപ്പെടുന്ന, പ്രത്യേക ഗൗരവമുള്ള മാസങ്ങളാണ്. അങ്ങനെ മാസങ്ങൾ 4 മാസങ്ങളുണ്ട്. ആ 4 മാസങ്ങളിലും മുത്തുനബിക്ക് ജന്മം അല്ലാഹു തആല ഉണ്ടാക്കിയില്ല. പിന്നെ റമദാൻ ഒരു മാസമുണ്ട്, അതിലും ഉണ്ടാക്കിയില്ല. മറ്റൊരു പ്രത്യേക മാസമായ റബീഉൽ അവ്വൽ കേൾക്കാൻ തന്നെ വലിയ ചന്തമുള്ള, ആദ്യ വസന്തം എന്ന അർത്ഥം വരുന്ന ഒരു പേരുള്ള, ഏറ്റവും വലിയ വസന്തമായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിപ്പിക്കാൻ അല്ലാഹു തആല റബീഉൽ അവ്വൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? യുദ്ധം ഹറാമായ മാസമായി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന 4 മാസങ്ങളിൽ ആ റബീഉൽ അവ്വൽ പെട്ടിട്ടില്ല. അത്തരം ദിവസങ്ങളിലല്ലേ, അത്തരം മാസങ്ങളിലല്ലേ മുത്തുനബിക്ക് ജന്മം കൊടുക്കേണ്ടത്? ഒരു ബിദഅി പ്രസ്ഥാനക്കാരന്റെ പ്രസംഗം ഞാൻ കേട്ടു. റബീഉൽ അവ്വലിന് ഒരു പ്രത്യേകതയുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിഹാ അർബഅത്തുൻ ഹുറും, വളരെ ബഹുമാനമുള്ള മാസങ്ങളായി 4 മാസം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ റബീഉൽ അവ്വൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ബഹുമാനവുമില്ല. ഈ വലിയ മണ്ടത്തരം അയാൾക്ക് പറയാൻ പ്രേരിപ്പിച്ചത് അയാളുടെ ചിന്ത എങ്ങോ ദേശത്തിൽ കലർന്നുപോയി. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഫിഹാ അർബഅത്തുൻ ഹുറും, ബഹുമാനമുള്ള, വലിയ ഗൗരവമുള്ള 4 മാസങ്ങൾ എന്ന കൂട്ടത്തിൽ റമദാനും ഇല്ല. അപ്പൊ അയാളുടെ ഭാഷ അനുസരിച്ച് റമദാനിന് ഒരു പ്രത്യേകത ഇല്ലാന്ന് വരും. റമദാൻ മാസം അതിലില്ല. 3 തുടരെയായ മാസങ്ങളും മുഹറം, ദുൽഹിജ്ജ, റജബ്, പിന്നെ ദുൽഖഅദ്, ദുൽഹിജ്ജ, റജബ്, പിന്നെ മുഹറം. ഇങ്ങനെ തുടരെ 3 മാസവും പിരിഞ്ഞുകൊണ്ടൊരു മാസവും എന്നാണ് ഹദീസിൽ വന്നത്. ആ മുഹറം മാസത്തിന്റെ ആ 4 മാസങ്ങളിൽ റബീഉൽ അവ്വൽ ഇല്ലാത്തത് കൊണ്ട് റബീഉൽ അവ്വലിന് ഒരു പ്രത്യേകതയുമില്ല. ഇതേ കോല് കൊണ്ട് അളന്നാൽ ഈ 4 മാസങ്ങളിൽ റമദാനും ഇല്ല, റമദാനിന് ഒരു പ്രത്യേകതയില്ല എന്ന് പറയേണ്ടി വരും. അള്ളാഹുവിന്റെ ജലാലിയത്ത് എന്ന് പറയുന്ന ഒരു വിശേഷണമുണ്ട്. ആ ഗൗരവം പ്രകടിപ്പിക്കുന്ന, സമൂഹത്തിലേക്ക് പ്രകടിപ്പിച്ച മാസമാണ് 4 മാസം. എന്നാൽ അള്ളാഹുവിന്റെ ജമാലിയത്ത് ആകുന്ന റഹ്മത്ത് കൊണ്ട് മുഅ്മിനീങ്ങളെ പൊതിയുന്ന മാസമാണ് റമദാൻ. അതിൽ ജലാലിയത്ത് കൊണ്ട് പറയാൻ പറ്റില്ല, പാടില്ലാത്തതുകൊണ്ടല്ല, യോജിപ്പില്ല. അതിലേറെ റഹ്മത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ ജന്മവും ആ മാസത്തിലാക്കാൻ പറ്റില്ല, പാടില്ലാത്തതുകൊണ്ടല്ല.
ഈ ചോദ്യത്തിനിക്ക് മഹാനായ ഹാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ മറുപടി പറയുന്നു. പല കിതാബിലും ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് കാണാം, മറ്റ് ഇമാമിയങ്ങളും പറയുന്നത് കാണാം. എന്താണ് അതിന് കാരണം? വ്യത്യസ്തമായ ക്വസ്റ്റ്യനുകൾക്ക് ഒരു ചോദ്യമാണിത്. ഏതാണ് ചോദ്യം? മഹത്തറമായ മാസമായ 4 മാസങ്ങളിലോ റമദാനിലോ എന്തുകൊണ്ട് തിരുജന്മമാക്കിയില്ല അല്ലാഹു തആല? അതിനായി ഒരു മാസം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? പല കാരണങ്ങളിൽ പ്രധാനമായി ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ കാരണം മുഹറത്തിലോ ദുൽഹിജ്ജയിലോ ദുൽഖഅദിലോ റജബിലോ റമദാനിലോ തങ്ങളെ ജന്മമാക്കിയാൽ ഏതെങ്കിലും ഒരാൾക്ക് തെറ്റിദ്ധാരണ കുടുങ്ങിയേക്കാം. തങ്ങൾ മുഹറത്തിൽ ജനിച്ചതുകൊണ്ട് തങ്ങൾക്ക് ഗുണം ലഭിച്ചു, അല്ലെങ്കിൽ ദുൽഹിജ്ജയിൽ ദുൽഖഅദിൽ അല്ലെങ്കിൽ റജബില് അല്ലെങ്കിൽ റമദാനിൽ ജനിച്ചതുകൊണ്ട് വളരെ പുണ്യം തങ്ങൾക്ക് ലഭിച്ചു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നെങ്കിൽ ആ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്കാണ് മറ്റൊരു മാസത്തെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. ലിഅന്നഹു യതശറഫു ബിഹി ലാ യതശറഫു ബിശൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റമദാൻ കൊണ്ട് നബി തങ്ങൾക്ക് ഷറഫ് കിട്ടുകയില്ല, മറിച്ച് റമദാനിനിക്ക് നബി കൊണ്ട് ഷറഫ് ലഭിക്കുകയാണ്. മുഹറത്തിനിക്ക് നബി തങ്ങൾക്ക് മുഹറം കൊണ്ടോ ദുൽഹിജ്ജ കൊണ്ടോ റജബ് കൊണ്ടോ ഷറഫ് ലഭിക്കുകയില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആ മാസങ്ങൾക്ക് റജബ് മഹത്വം ലഭിക്കുകയാണ്. അപ്പോ റമദാനിലാണ് മുത്തുനബിയുടെ ജന്മമെങ്കിൽ നല്ലൊരു മാസത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് ആ മാസം കൊണ്ട് നബി തങ്ങൾക്ക് ഷറഫ് പറയാൻ പാടില്ലാത്തത് കൊണ്ട് അത് സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്ത തന്നെ വരാൻ പാടില്ല. ഇതുകൊണ്ടാണെന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ ഒരു കാരണം പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, എന്താണ് ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നബി തങ്ങൾക്ക് ആരെ കൊണ്ടും ഷറഫില്ല. ഒരു സാധനം കൊണ്ട് നബി തങ്ങൾ മഹത്വപ്പെടുകയില്ല. നബി തങ്ങളെ കൊണ്ട് എല്ലാ ഷറഫുള്ളതിന്റെയും ഷറഫ് നബി തങ്ങളെ കൊണ്ട് മാത്രമാണ്. മുഹറമായതും ദുൽഖഅദ് ദുൽഹിജ്ജയും അതുപോലെ തന്നെ റജബും റമദാനും എല്ലാം അതിന്റെ മഹത്വമുള്ളതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ്. മറ്റൊന്നുകൊണ്ട് തങ്ങൾ ഷറഫുള്ളവരാവുകയില്ല. മക്കയാകുന്നത് നബി തങ്ങളെ കൊണ്ടാണ്. അറഫയാകുന്നത് നബി തങ്ങളെ കൊണ്ടാണ്. മിനയാകുന്ന നബി തങ്ങളെ കൊണ്ടാണ്. മദീനയാകുന്ന നബി തങ്ങളെ കൊണ്ടാണ്. പലരും ഇബ്രാഹിം നബിയെ കൊണ്ടാണെന്ന് മനസ്സിലാക്കി. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ഹാജർ റളിയല്ലാഹു അൻഹയിലൂടെ ഉണ്ടായ കുഞ്ഞനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മക്കത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ വിശുദ്ധ ഖുർആനിന്റെ വാക്കിൽ ലാസ്റ്റ് കാണാം, അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ, അതിന്റെ ഗൗരവങ്ങളും അതിന്റെ സങ്കടങ്ങളൊക്കെ നമുക്കറിയാം. അപ്പുറത്ത് ചെന്ന് ഇബ്രാഹിം നബിയുടെ ഒരു വലിയ ദുആയുണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന. ആ ദുആയിൽ കാണാം, റബ്ബനാ ലിഖീമുസ്സലാ. പിന്നെന്താ നബിനെ റസൂലൻ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് മോനെ. റബ്ബനാ വബഅത്ത് ഫീഹിം റസൂലൻ. ഇതാണ് ഒന്ന് ആരാധനാകർമ്മങ്ങൾ കഅബാലയത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഇതാണ് ഒരു ലക്ഷ്യം. ആരെ? ഇസ്മായിൽ നബിനെ അവിടെ താമസിപ്പിക്കൽ കൊണ്ട്. മാത്രമല്ല, ഒരു വലിയ നബി തങ്ങൾക്ക് ഈ നാടിൽ തുടക്കം കുറിക്കണം. അതുമാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മക്കത്ത് കൊടുന്ന് താമസിപ്പിക്കൽ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മക്കയിലാകാൻ വേണ്ടിയാണ്.
ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അവിടെ താമസിപ്പിക്കുന്നത് അവിടുത്തെ 20ാമത്തെ അവിടുത്തെ ഖലീഫയായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അവിടെ താമസിപ്പിക്കുന്നത് മുത്തുനബി അവിടെ ജനിക്കാൻ വേണ്ടിയാണ്. ആ സംഭവങ്ങളും ചരിത്രങ്ങളും ജുർഹും ഗോത്രക്കാരുമായുള്ള ബന്ധങ്ങളും പിന്നെ അവിടെ നിന്നുള്ള പരമ്പരയൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോ മുത്ത് റസൂലുള്ളാഹിന്റെ ജന്മമാണ് അതിന്റെ തുടക്കം. ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോന്നു. ആ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോന്ന് ജിദ്ദയിൽ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ ഇറങ്ങിയെന്നും ആദം നബി അലൈഹിസ്സലാം സറന്ദീപ് എന്ന് അന്ന് അറിയപ്പെടുന്ന ഇന്നത്തെ എന്താണ് സിലോൺ ആ മലയുടെ മുകളിൽ ആദം നബി ഇറങ്ങിയെന്നും മുഫസ്സിറുകൾ പറഞ്ഞതായി ഇമാം സാവിയും മറ്റും പറഞ്ഞതായി കാണാൻ കഴിയും. ജിദ്ദയ്ക്ക് ജിദ്ദ എന്ന് പറയുന്നത് തന്നെ ജദ്ദത്ത് വലിയുമ്മ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നല്ല അറബികൾ പറയൽ തന്നെ ജദ്ദ എന്ന. വണ്ടിയൊക്കെ ഒപ്പിക്കുമ്പോ ഹറമിൽ നിന്ന് കേട്ടവരുണ്ടാവും ജദ്ദ 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 ജദ്ദ, അങ്ങനെ ജിദ്ദ എന്ന് അവർ പറയാറില്ല. പക്ഷെ ജിദ്ദ എന്നാണ് പറയേണ്ടത്. ആ ജിദ്ദയില് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ ശ്മശാനം ഖബറും അത് കെട്ടിപ്പൊക്കപ്പെട്ട നിലക്ക് വലിയ ബിനാവും കെട്ടിടവും അതിന്റെ ചുറ്റുഭാഗത്തുമുണ്ട്, ഇന്നും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അവിടെ എത്തിച്ചു. അതൊരു പെണ്ണായതുകൊണ്ട് അവിടുന്ന് ഹവ്വാ ബീവി റളിയല്ലാഹുവിന് നട്ടോട്ടമോടി. ആ രംഗങ്ങളെല്ലാം ചിന്തിച്ചാൽ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹുവിനെയും മാത്രം ഈ ഭൂമിയിൽ, അതും ഭക്ഷണവും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എന്തുണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേവലാതി വന്നു പോകും. ആദം നബി അലൈഹിസ്സലാം കാൽനടയായി അങ്ങനെ പോവുകയാണ്. പോയെത്തുന്നത് മുസ്ദലിഫ എന്ന് പറയുന്ന സ്ഥലത്താണ്. മക്കയിലൂടെ കടന്നുപോയ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദം നബിയും കൂടെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ കൊല്ലങ്ങൾക്ക് ശേഷം ജുമാ എന്ന് പേര് പറയപ്പെടുന്ന മുസ്ദലിഫയിൽ, ജുമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക എന്നാണ്. അവിടെ വെച്ച് അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുകയാണ്. വിഭ്രാന്തിയിലും മനസ്സ് അള്ളാഹുവിനോടുള്ള ക്ലേശത്തിലും അള്ളാഹുവിന്റെ ജിവാറ് അള്ളാഹുവിനെ കാണൽ നഷ്ടപ്പെട്ട ദുഃഖത്തിലുമായി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ഒരക്ഷരവും സംസാരിച്ചില്ല. അവർക്ക് തമ്മിൽ പരിചയവും ആ ടൈമിൽ ഹൃദയത്തിൽ വന്നില്ല. വലിയൊരു രോഗത്തിൽപ്പെട്ട് വേദനിച്ച് പിടയുന്ന ഉപ്പാന്റെ അരികിൽ മകനോ മകളോ വന്നാൽ ഒരുപക്ഷെ പരിചയം കാണുകയില്ല, അതിന് കഴിയില്ല. ഹൃദയം മറ്റൊന്നിൽ ലയിച്ചു കിടക്കുമ്പോൾ ഒന്ന് മറ്റുമൊന്നുമായി പരിചയമില്ലാതിരിക്കൽ സ്വാഭാവികമാണ്. അങ്ങനെ രണ്ടുപേരും അള്ളാഹുവിന്റെ ഖലാ പ്രകാരം നടന്ന് അറഫ എന്ന സ്ഥലത്തെത്തി. അറഫയിൽ നിന്നാണ് പരിചയപ്പെട്ടത്. പരിചയപ്പെടുക എന്നാണ് അറഫ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ. ആ ഭൂമിയിലാണ് തൗബയുടെ ഭൂമി. ആ ഭൂമിയിലാണ് ആദ്യമായി നമ്മളൊക്കെ ജനിച്ചത്. ആ ഭൂമിയാണ് തൗബക്ക് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഭൂമി. അറഫയിൽ നിന്നിട്ട് എനിക്ക് അല്ലാഹു പുറത്തു തന്നില്ല എന്ന് വിചാരിക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതെല്ലാം മക്കയെയും അറഫനെയും മുസ്ദലിഫിനെയും മിനയെയും ആസ്പദമാക്കിക്കൊണ്ട് നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ജനിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ അജായിബ് ദുഹൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കത്തി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഴുത്തിൽ കമഴ്ത്തി കിടത്തിക്കൊണ്ട് ആ വലിയ സംഭവത്തിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുങ്ങിയപ്പോൾ ആ കത്തി കൊണ്ട്, മൂർച്ചയുള്ള കത്തി കൊണ്ട് എത്രയോ തവണ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കത്തി അങ്ങും ഇങ്ങും ആക്കിയിട്ട് ഒരിക്കലും തന്നെ
ആ കഴുത്തിനൊന്നും സംഭവിക്കുന്നില്ല. ആ കത്തിയുടെ മുകളിലേക്ക്, ആ കത്തിയിലേക്ക് നോക്കിയ ആ വലിയ മനുഷ്യൻ, ആ വലിയ മുഅ്ജിസത്തുള്ള മഹാൻ ആ കത്തിയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ എന്താണ് മുറിക്കാത്തത് എന്നുള്ള ഒരു മനച്ചോദ്യം വന്നപ്പോൾ ആ കത്തി സംസാരിച്ചതായി കിതാബിൽ കാണാം. കൈഫ അഖ്തഉ വനഖഹു വനൂറു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൽമഉ മിൻഹു. എനിക്ക് മുറിക്കാൻ കഴിയില്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലൂടെ ഈ കഴുത്തിനെ മുറിക്കാൻ സമ്മതിക്കുകയില്ല. അല്ലാഹ് മുറിക്കണ്ടേ, എന്നാലല്ലേ മുറിയും. വെള്ളം കുടിച്ചതുകൊണ്ട് ദാഹം തീരുമോ? ഇല്ല. വെള്ളം കുടിച്ചതുകൊണ്ട് ദാഹം കൂടാൻ സാധ്യതയുണ്ട്. തീ കൊണ്ട് കരിയുമോ? ഇല്ല. തീ കൊണ്ട് തണുപ്പ് വരാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന് അങ്ങനെയൊന്നുമില്ല. തീ കൊണ്ട് കരിയുക, വെള്ളം കൊണ്ട് ദാഹം തീർക്കുക, അങ്ങനെയൊന്നും അള്ളാഹുവിനില്ല. വെള്ളത്തിൽ ദാഹം തീർക്കാനുള്ള സൗകര്യങ്ങളില്ല. മറിച്ച് വെള്ളത്തിനെ കുടിക്കുമ്പോൾ അള്ളാഹു ദാഹത്തെ തീർത്തു തരുന്നു. കത്തി കൊണ്ട് മുറിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആക്കുമ്പോൾ അവിടെ മുറിയുന്നു. കത്തി കൊണ്ട് മുറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കത്തിക്ക് മുറിക്കാനുള്ള കഴിവില്ല, തീയിന് കരിക്കാനുള്ള കഴിവില്ല, വെള്ളത്തിന് ദാഹം തീർക്കാനുള്ള കഴിവില്ല, ആർക്കും ഒന്നിനുമുള്ള കഴിവില്ല എന്നതാണ് തൗഹീദ്. ഇത് വിശ്വസിക്കുന്നവന് മാത്രമാണ് മുസ്ലിം. അതല്ലാതെ സ്വന്തം അതിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ കാഫിറാണ്. അള്ളാഹു കൊടുത്തു വച്ച കഴിവ് കൊണ്ട് അത് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുഅ്തസിലി വാദക്കാരനാണ്, വിദഅത്ത് പ്രസ്ഥാനക്കാരനാണ്. അപ്പോൾ അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് സംഭവം നടക്കുന്നതെന്ന് വിശ്വസിക്കുമ്പോഴേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ മെമ്പർ ആവുകയുള്ളൂ. ഇത് തർക്കമില്ലാത്ത മസ്അലയാണ്. തീക്ക് സ്വന്തം കഴിവുണ്ടെന്നും വെള്ളത്തിന് സ്വന്തം ദാഹം തീർക്കാൻ കഴിവുണ്ടെന്നും വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. തീയിനെ അല്ലാഹു തആല കരിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നു, വെള്ളത്തിന് അല്ലാഹു തആല ദാഹം തീർക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നു, ഈ കത്തിക്ക് മുറിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നു, അടിക്ക് വേദനിപ്പിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ തുടങ്ങിയ കോടാനക്കോടി വിഷയങ്ങൾക്കുള്ള കഴിവ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസവും തൗഹീദിന്റെ ഭാഗത്തെ പൊളിച്ചു കളയുന്നത് കൊണ്ട് അത് ബിദ്അത്ത് ആശയമാണെന്നും അത് മുഅ്തസിലികൾ എന്ന് പറയുന്ന വിഭാഗക്കാർ ഇവിടെ വിളംബരം ചെയ്ത അപകടകരമായ വിശ്വാസമാണ്. തൗഹീദിന് അപകടം പറ്റുന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ കത്തിയിലൂടെ അല്ലാഹു തആല മുറിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നർത്ഥം. കത്തി സംസാരിച്ചതിന്റെ താല്പര്യം എന്തേ വനൂറു മുഹമ്മദി യൽമഉ മിൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവ് ആ ശരീരത്തിൽ പ്രകാശിച്ചു കിടക്കുന്നു. ആ ശരീരത്തെ മുറിക്കാൻ സാധ്യമല്ല, ആ ശരീരത്തെ തീയിലിട്ട് കരിക്കാൻ സാധ്യമല്ല. അതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരിയാതിരുന്നത്. പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ആ ശരീരത്തിൽ ഉണ്ടായതുകൊണ്ടാണെന്ന് ഹദീസിൽ കാണാവുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വരിക, അറഫ ഉണ്ടാവുക, അതുപോലുള്ള സംഗതികൾ മുഴുവനും വരാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് മക്കയാകുന്നത്, മദീനയാകുന്നത്. ഒന്നുകൊണ്ടും തങ്ങൾക്ക് ഇങ്ങോട്ട് ശറഫില്ല, ഇങ്ങോട്ട് മഹത്വമില്ല. അങ്ങോട്ടാണ് എല്ലാ മഹത്വവും. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഈ വിശ്വാസം നമുക്ക് വേണം. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഇത് ഇമാമിങ്ങൾ ആണയിട്ട് പറഞ്ഞ കാര്യമാണ്. ബിഹി മക്കത്തുൻ ദുഹ്മാ ബിൽ ബൈതു ഖിബ്ലത്തുൻ ബിഹി അറഫാത്തുൻ വന്നുജ്ബു തുജ്ദബു സ്വലാത്തുൻ വതസ്ലീമുൻ ബിഹിയാ നബിയെ കൊണ്ട് മാത്രമാണ് മക്ക എന്ന് പറയുന്ന മഹത്തായ സ്ഥലം തുഹ്മാ അത് കാവൽ സ്ഥലമായി മാറിയത്. അല്ലാഹുവിന്റെ ഹിമയാണ് മക്ക. ഞാൻ വിശദീകരിക്കുന്നില്ല. മക്ക നമ്മളെ പൊതുവെ നാട് പോലെയല്ല. ആദ്യമായി പടച്ച ഭൂമിയാണ് മക്ക. നബി തങ്ങൾക്ക് ജനിക്കാൻ വേണ്ടി അല്ലാഹു തആല പടച്ച ഭൂമി എന്നർത്ഥം. ആ മക്ക ഹിമയായത് നബി തങ്ങളെ കൊണ്ട് മാത്രമാണ്.
ബിഹിൽ ബൈതു ഖിബ്ലത്തുൻ, ആ നബിയെ കൊണ്ട് മാത്രമാണ് കഅബാലയം ഖിബ്ലയായത്. ബിഹി അറഫാത്തുൻ, ആ നബിയെ കൊണ്ട് മാത്രമാണ് അറഫയും മിനയും മുസ്ദലിഫയും എല്ലാം അതിന്റെ സ്ഥാനത്തെത്തിയത്. ആ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഈമാനുള്ളവരില്ല. എങ്ങനെയെങ്കിലും മദീനയിലെത്തണം, എങ്ങനെയെങ്കിലും മക്കയിലെത്തണം, എങ്ങനെയെങ്കിലും ഒരു ഹജ്ജ് ചെയ്യണം, എങ്ങനെയെങ്കിലും മുസ്ദലിഫയിലെത്തണം, മിനയിലെത്തണം. അവിടങ്ങളിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുമില്ല. അങ്ങോട്ട് എല്ലാവരുടെ മനസ്സും വലിക്കപ്പെടുന്നു. ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് മന്ത്രിക്കാത്തവരില്ല. എനിക്കൊന്ന് മക്കയിലെത്തിയാൽ, ഒന്ന് മദീനയിലെത്തിയാൽ, പോയവന് പിന്നെയും പോകാൻ പൂതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിലെത്താനും അവിടെ കിടക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സാലിഹീങ്ങളൊക്കെ അങ്ങനെ അതുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് എല്ലാ നന്മയും തങ്ങളിൽ നിന്നാണ്. തങ്ങൾക്കൊരു നന്മ പകർന്നുകൊണ്ട് കിട്ടുകയില്ല. ഇതാണ് മഹത്തറമായ മാസമായ 4 മാസങ്ങളിലും അതുപോലെ റമളാനിലും മുത്തുനബി തങ്ങൾ ജനിക്കുകയാണെങ്കിൽ ആളുകളിൽ ഏതെങ്കിലും ഒരു തെറ്റിദ്ധരിക്കുന്നവൻ ഹൃദയത്തിനിക്ക് മുത്തുനബിയോട് എന്നല്ല സത്യത്തോട് ചെറിയ ഒരു അകൽച്ചയുള്ള ചില ഹൃദയങ്ങളുണ്ട്. അതിന് ഫീ ഖുലൂബിഹിം മറദ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ചിലരുടെ ഹൃദയത്തിൽ അല്ലാഹു ഒരു രോഗം പടച്ചിരിക്കുന്നു. സത്യം കേട്ടാൽ ഒരു ചെറിയ ഇഷ്കാല് കിടക്കുക, സംശയം കിടക്കുക. അസത്യം കേട്ടാൽ അത് സംഭവിച്ചതാണല്ലോ, ആകാൻ സാധ്യതയുണ്ടല്ലോ എന്നും കിടക്കുക. ഈ കൽബ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ കൽബ് വലിയ അപകടം പിടിച്ച കൽബാണ്. കുഫിരിയത്തിൽ കലാശിക്കാൻ സാധ്യതയുള്ള കൽബാണ്. സത്യം എന്ത് കേട്ടാലും അതിന്റെ അങ്ങനെ ആയിക്കൊള്ളുന്നുണ്ടാവും. അസത്യം കേട്ടാലോ എന്താ അങ്ങനെ ആയാലും ഇങ്ങനെ ഒരു ചിന്ത. അങ്ങനെയാണ് നിരീശ്വരവാദവും അതുപോലെ തന്നെ യുക്തിവാദങ്ങളും അതുപോലെ തന്നെ ബിദായികളും ബിദായി ആശയങ്ങളെല്ലാം വരുന്നത് അതുകൊണ്ടാണ്. അത് ഹൃദയത്തിന് ആദ്യമേ വന്ന കറുപ്പാണ്. അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. അല്ലാഹു ആയാലും നമുക്കറിയില്ല. അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ആ ഹൃദയത്തിൽ ആ രോഗമുള്ളവർക്ക് അത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ അത് 10 മടങ്ങ് കൂടുകയും അവസാനം അവർ അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയരായി മരിക്കുകയും ചെയ്യും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതൊരു ചെറിയ വിഷയമല്ല. ഖൽബ് അത് വലിയൊരു സംഭവമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബീഉൽ അവ്വൽ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഈ മറ്റു മാസങ്ങൾ തിരഞ്ഞെടുക്കാതെ ഈ മാസം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അതേപോലെ തന്നെ അതിന് തുടർത്തി ഒരു ചോദ്യം കൂടി ഇബ്നു ഹജർ തങ്ങളോട് ചോദിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മഹത്തായ ജസദു ശരീഫ് പടക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുപയോഗിച്ചത് മക്കയിലെ മണ്ണിനെയാണ്. ബലപ്പെട്ട അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആ മക്കയിലെ മണ്ണാണ്, അല്ലെങ്കിൽ പ്രധാനമായും മക്കയിലെ മണ്ണാണ്. ഏതായിരുന്നാലും ആ മണ്ണ് ഉപയോഗിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പടച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാളുടെ, നമ്മൾ പഴമക്കാർ പറയും, എവിടുന്നാണോ മണ്ണ് വാരിയത് അവിടെ എത്തുന്നു പറയും. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയമാണ്. ഹദീസ് സഹീഹ ഹദീസിലുള്ളതാണ്. ഞാൻ എൻ്റെ വക പറയുകയില്ല. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ഈളാഹിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ തങ്ങൾ വ്യക്തമായി ഇതിനായിട്ട് എത്രയോ സ്ഥലം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മക്കയിലെ മണ്ണിനാൽ പടക്കപ്പെട്ട മുത്തുനബി തങ്ങളെ മറവ് ചെയ്യേണ്ടത് മക്കയിലല്ലേ? എന്തുകൊണ്ട് മക്കയിൽ മറവ് ചെയ്തില്ല? ഒരു മനുഷ്യനെ പടക്കാൻ ഉപയോഗിച്ച സ്ഥലത്തല്ലേ, ആ സ്ഥലത്ത് തന്നെ അയാൾ ചെന്നെത്തുമെന്നാണ്. അവിടെയല്ലേ അയാളെ മറവ് ചെയ്യേണ്ടത്, ആ വ്യക്തിയെ മറവ് ചെയ്യേണ്ടത്. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അക്കണക്കിന് ചിന്തിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്യേണ്ടത് മക്കയിലല്ലേ എന്ന് പറയുമ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അല്ല. എന്നാലോ സഹീഹായ ഹദീസിൽ വന്നതായി ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിക്കുന്നു.
സ്വഹീഹ ഹദീസിൽ വന്നിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളപ്രളയം ഉണ്ടായ ടൈമിൽ മക്കയിലെ ഒരു വലിയ ഭാഗം, മക്കയിൽ നിന്ന് വലിയൊരു ഭാഗം, എത്രയാ കണക്ക് പറഞ്ഞിട്ടില്ല, ചുളപ്പറിച്ചെടുത്ത്, അങ്ങനെ പല നാടുകൾക്കും സംഭവിച്ചതൊക്കെ ഹദീസിലുണ്ടല്ലോ. ചുളപ്പറിച്ചെടുത്ത് അത് അല്ലാഹു തആലാക്ക് നൂഹ് നബിന്റെ വെള്ളപ്രളയത്തിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, അപ്പോഴാണ് ചെയ്തത് എന്നർത്ഥം. അള്ളാഹു ഒരു വിഷയം ചെയ്യുമ്പോൾ അല്ലാഹു തആലാക്ക് അതിനു മുമ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നും നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് അള്ളാഹു ആ ടൈം തിരഞ്ഞെടുക്കാൻ പ്രത്യേക എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരിക്കും, നമുക്കറിയുകയില്ല. അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന്റെ രഹസ്യത്തെ പറ്റി ചിന്തിച്ചാൽ അപകടത്തിൽ പോയി ചാടുന്നതാണ്. ഒരു രഹസ്യം കണ്ടെത്താൻ, ഒരു കുഞ്ഞു രഹസ്യം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ രഹസ്യങ്ങളില്ലാതെ ലോകത്ത് ഒന്നും തന്നെ നടക്കുകയില്ല. എല്ലാം അഹ്കമുൽ ഹകീമീൻ, എല്ലാ ഹിക്മത്തിന്റെയും അപ്പുറത്തുള്ള ഹിക്മത്തുള്ളവനാണ് അല്ലാഹു തആല. ഹിക്മത്തില്ലാത്ത ഒരു പ്രവർത്തനം, ഒരു ചെറിയ കൊതുകിനെ അല്ലാഹു തആല പടക്കുകയില്ല ഹിക്മത്തില്ലാതെ. എന്താണ് ആ ഹിക്മത്ത്? നിന്റെ തലയിൽ കൊള്ളുന്നതല്ല അല്ലാഹുവിന്റെ ഹിക്മത്ത്. ഒരു ചെറിയൊരു മൊബൈലിൽ നിന്ന്, ഒരു മൊബൈൽ മനുഷ്യ കണ്ടെത്തിയ ഒരു മൊബൈലിന്റെ ഉള്ളിലേക്ക് വരുന്ന വിവരങ്ങൾ എങ്ങനെ വരുന്നു? ആ ബന്ധം, ഈ ബന്ധം ഈത്തിസാൽ എന്ന പോലെ ഇക്കുടി വന്ന് അക്ഷരങ്ങൾ കേടുവരാതെ അവിടെ നിന്നും കേൾക്കാതെ ഈ 4 ഭാഗത്തും അക്ഷരം കേട്ടിട്ടില്ല, എന്റെ ചവിട്ടിന് മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ അക്ഷരം എവിടുന്ന് വൈക്കൂടെ വന്നത് പറഞ്ഞോണ്ടാ ഈ കൂടെ വന്നത്, മോൾ കൂടി വന്നോ? ഇവിടൊക്കെ കേൾക്കണ്ടേ? അതാത് മറുപടി എന്ന് പറയാൻ താല്പര്യമുള്ളവർ ഈ സദസ്സിൽ ഉണ്ടാവും. ശാസ്ത്രം പഠിച്ചവര് അത് ഒറ്റക്കൊന്ന് വന്നിട്ട് സംസാരിക്കുമ്പോൾ അറിയാം അതിന്റെ കോലം, ആ പഠനത്തിന്റെ കോലം. ഞാൻ മറുപടി ചോദിച്ചതല്ല, മറുപടി പറയാൻ ഇപ്പൊ അത് മൊബൈലിനെ പറ്റി പഠിച്ചവർക്ക് കുറെ പറയണ്ടാവും. ഇതിന്റെ കുതു എന്ന് പറയണ്ടാവും. അപ്പോഴൊക്കെ സംശയം വരും, അതിന്മേലെല്ലാം സംശയം വരും. പക്ഷേ ഒരു മനുഷ്യ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനത്തിൽ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ അക്ഷരങ്ങൾ കേടുവരാതെ അമേരിക്കയിൽ സെക്കൻഡ് കൊണ്ടെത്തുകയാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. കാരണം എന്തുകൊണ്ട്? മനുഷ്യണ്ടാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പം കാഫറായ കൽബിന് അത് നോക്കും. ശാസ്ത്രം പറഞ്ഞാ അത് ശരിയാണ്, എന്നാ അള്ള പറഞ്ഞു പറഞ്ഞാലോ അതിപ്പോ അങ്ങനെ നാവും. ശാസ്ത്രം പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ഇപ്പം പകലാണെന്ന് പറഞ്ഞാലും പുറത്തേക്ക് നോക്കാൻ സാധ്യതയുള്ളവരാണ് നമ്മളിൽ അധിക പേര്. തന്നെ പകലറ്റാണോ നമ്മളൊക്കെ പേച്ചോ നോക്കും. അങ്ങനത്തെ ഒരു കഠോരമായ മനസ്സിന്റെ ഉടമകളായി മാറിയ മുസ്ലിം ലോകങ്ങളാണ് ഇപ്പോഴത്തെ മുസ്ലിമീങ്ങൾ തന്നെ. ഇത് ബാക്കിയുള്ളവന്റെ പറയണം. അപ്പോ മക്കയിൽ നിന്ന് വലിയൊരു ഭാഗം ചുളപ്പറിച്ചെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ നിന്ന് മുത്തുനബി തങ്ങളുടെ വീടടങ്ങുന്ന ഹുജറത്തു ശരീഫ, മഹത്തായ ഹുജറ അടങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. ഇന്ന് തങ്ങൾ കിടക്കുന്നത് മക്ക മണ്ണിലാണ്. ഇത് സ്വഹീഹായ ഹദീസാണെന്ന് ഇബ്നു ഹദൽ ഹൈതമി തങ്ങൾ പറയുന്നു. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയുന്നു, എന്തേ അങ്ങനെ ചെയ്യാനുള്ള കാരണം? മക്കയിലാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിലല്ലേ മറവ് ചെയ്യപ്പെടേണ്ടത്? ഒന്ന്, അവിടെ നിന്നാണ് നബി തങ്ങളെ പടക്കാനുള്ള മണ്ണ് ഉപയോഗിച്ചത്. രണ്ടാമത്തത്, മക്ക അത്രയും മഹത്തായതല്ലേ, അവിടെയല്ലേ കിടക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾ പറയുന്നു, മക്കയിൽ മറവ് ചെയ്യപ്പെട്ടാൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, മക്കയെ കൊണ്ട് നബി തങ്ങൾക്ക് മഹത്വം കിട്ടിയെന്ന് തോന്നിപ്പോകും, ഏതെങ്കിലും ഒരുത്തിന് തോന്നിപ്പോകും. അത് ഇബ്നു ഹജർ തങ്ങൾ അന്ന് ദൂരമായി തോന്നിയതുകൊണ്ട് പറഞ്ഞതാ. എല്ലാ വഹാബിക്കും തോന്നും, അത് ഉറപ്പായിട്ടും തോന്നെല്ലാം ഉറപ്പിച്ച് പ്രസംഗിക്കും ചെയ്യും. കപടന്മാർക്ക് എന്തും പറയാലോ, മുത്തുനബി ആരാണെന്നറിയാത്തവർക്ക് എന്തും പറയാം. അപ്പോൾ മക്കയിൽ മറവ് ചെയ്യപ്പെട്ടവരാണെങ്കിൽ മക്കയെ കൊണ്ട് റസൂലുള്ളാഹിക്ക് മഹത്വം കിട്ടിയെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകരുത്. അതിനു വേണ്ടിയാണ് ഒന്ന്.
രണ്ടാമത്തെ ഒരു കാര്യം, പല കാര്യങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലേക്ക് സിയാറത്തിന് വരുമ്പോൾ ആ മക്ക സിയാറത്തിന്റെ സൈഡായി മാറും മുത്തുനബിന്റെ സിയാറത്ത്. അങ്ങനെ സൈഡായി കൂടാ, സ്വന്തമായി തന്നെ മുത്തുനബിന്റെ അരികിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് സിയാറത്ത് ചെയ്യണം. അതിന്റെ മഹത്വം ഒന്ന് വേറെ തന്നെയാണ് എന്നറിയിക്കാനും കൂടിയാണ് മദീനയിൽ മറവ് ചെയ്യപ്പെട്ടത്. ഒക്കെ നിങ്ങൾ മക്കയിൽ പോയപ്പോ മക്ക തന്നെയല്ല മുത്തുനബിന്റെ ഖബർ ഷരീഫ് ഉള്ളതെങ്കിൽ ഇപ്പൊ സിയാറത്തും ചെയ്യാം. ഇതങ്ങനെയല്ല. ഹജ്ജ വലം യസൂർനി ഫഖദ് ജഫാനി. ഒരാൾ ഹജ്ജിന് വന്നു, എന്നിട്ട് മദീനയിൽ അവൻ വന്നില്ലെങ്കിൽ അവൻ ഞാനുമായി പിണക്കത്തിലാണെന്ന് നബീനാ റസൂലുള്ളാഹി. നമ്മളെ നാട്ടില് ഒരുത്തനുണ്ടായിരുന്നു, കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അയാളെ പറ്റിയ ചർച്ച, അയാളെ പറ്റി എന്നാലും അങ്ങനല്ലേ അബൂലഹബിനെ പറ്റി പറഞ്ഞ മാതിരി പറയാന്നുള്ളൂ. അയാൾ വഹാബിയാണ്. അയാൾ മദീനയിൽ മക്കയിൽ പോയി ഹജ്ജ് ചെയ്തു പറഞ്ഞാൽ ഹജ്ജിന്റെ കോലം കാട്ടി നടക്കും. ആ വഹാബി ചെയ്തു എന്ന് പറഞ്ഞാലും ജമാഅത്തുകാരൻ ചെയ്തു എന്ന് പറഞ്ഞാലും തബ്ലീഗുകാരൻ ചെയ്തു എന്ന് പറഞ്ഞാലും കോലം കാട്ടി അർത്ഥം വെച്ചില്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അറിവ് അവനില്ല എന്നതാണ് അർത്ഥം. ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നെഞ്ഞത്ത് കൈവച്ചിട്ട് ചിന്തിക്കുക, എനിക്ക് ആ ഇസ്ലാമിനെ പറ്റി അറിയില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഉസ്താദുമായി നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ചാൽ എന്താ? അതെ, ഓക്കെ, വാ 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 അങ്ങനെയാണ് കിട്ടേണ്ടത്. വാ വാ അല്ല, സംശയിച്ചിങ്ങനെ നടന്നാൽ പോരല്ലോ. ആ വാട്സപ്പ് ഇതിലൂടെ കേട്ട് നടന്നാൽ പോരല്ലോ. അത്യുസാണെങ്കിൽ അതിലൂടെ സംസാരിച്ചിട്ട് ഇഷ്കാല് തീർക്കായിരുന്നു. ഇന്നേ ടൈം പറ്റില്ല. എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ് ഇത് കോലം കാട്ടിലാണെന്ന് പറയാനുള്ള കാരണം, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പ്രസംഗത്തിൽ കേൾക്കാം. സമസ്ത സമ്മേളനത്തിൽ ആണയിട്ട് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ആണത്വമുള്ള പ്രസംഗം. എന്താ? വഹാബിനോട് പറയുന്നു, ജമാഅത്തുകാരനോട് പറയുന്നു, തബ്ലീഗുകാരനോട് പറയുന്നു, നിന്റെ ജുമുഅ ജുമുഅയല്ല, നിന്റെ ഖുത്ബ ഖുത്ബയല്ല, നിന്റെ ഖുത്ബ പ്രസംഗവും നിന്റെ ജുമുഅ മീറ്റിംഗുമാണ്. അത് അടിവരയിട്ട് പറയേണ്ട വാക്കാണ്. അതാണ് കോലം കെട്ടൽ എന്ന് പറഞ്ഞത്. നിസ്കാരത്തിന്റെ കോലമുണ്ട് ഓൽക്ക്, നിസ്കാരം ഓൽക്കില്ല. നോമ്പിന്റെ കോലമുണ്ട്, നോമ്പ് അവർക്കില്ല. ഹജ്ജിന്റെ കോലമുണ്ട്, ഹജ്ജ് അവർക്കില്ല. തിരൂർക്കാരൻ ഒരു കൂട്ടുകാരൻ ഒരു ചങ്ങായി എന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞതാ. അവന്റെ ജ്യേഷ്ഠന് അവർ കച്ചവടത്തിൽ പങ്കുള്ളവരാ, ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനാ. അവൻ പറഞ്ഞത്, ഞാൻ ഹജ്ജിന് ഞാൻ പോയി എന്ന് നോക്കുമ്പോ എനിക്കൊരു ജാതി ഇന്നത്തെ അവിടെ കാട്ടിക്കൂട്ടുന്നത് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. എന്താ രസം. എന്നിട്ട് പറഞ്ഞൊരു വാക്ക്, അതിനേക്കാണ് ആ പൈസ കൊണ്ട് കുട്ടികളാരും കെട്ടിക്കാണെങ്കിൽ നന്നായിരുന്നേനെ. ഓ മുസ്ലിം തന്നെ, ആ മുസ്ലിമാണ്. ആ കൂട്ടണം എന്നുള്ളൂ തുടക്കത്തിൽ. ഹജ്ജിങ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണല്ലോ. അങ്ങനെ കാട്ടിക്കൂട്ടൽ തന്നെയാണ് അധിക പേരും. മനസ്സിന്റെ ഉള്ളിൽ പുടുത്തല്ല, ഇതൊരു കാട്ടിക്കൂട്ടലായി തോന്നൽ തന്നെയാണുള്ളത്. നിസ്കാരം വരെ കാട്ടിക്കൂട്ടലായി തോന്നലുണ്ട്. അതിന് പേരാണ് വഹാബി, ജമാഅത്ത്, തബ്ലീഗ് എന്നൊക്കെ പറയുന്നത്. അത് പറയുമ്പോ ഗൗരവമായി ഇങ്ങനെയൊക്കെ പറയണോ, ഇങ്ങനെ പറഞ്ഞാൽ മതിയോ എന്നാണ് സത്യമുള്ളത്. അള്ളാഹുവിന്റെ ദീനായിട്ട് കളിച്ചത് കൊണ്ട് പറ്റിയ കേടാണ്. അതിരിക്കട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ മറവ് ചെയ്താൽ ആ മറവ് ചെയ്യൽ കൊണ്ടുണ്ടാകുന്ന തെറ്റിദ്ധാരണകളിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയിൽ കിടക്കുന്നത് കൊണ്ട് പ്രത്യേകതയുണ്ട്, മക്കയെ കൊണ്ട് തങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അല്ല, ബിഹി മക്കത്തുൻ ദുഹ്മാ, മക്കയ്ക്ക് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് പ്രത്യേകതയല്ലാതെ നബിയെ കൊണ്ട് നബിക്ക് മക്കയെ കൊണ്ട് പ്രത്യേകതയില്ല. ഇതാണ് സത്യമുള്ളത്. അതും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത്, മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോയി സിയാറത്ത് ചെയ്യാൻ ഒരു പണി തന്നെ. 300 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യണമെങ്കിൽ ഖൽബിൽ നബി തങ്ങളില്ലാതെ സാധിക്കുകയില്ല. പിന്നെ ടൂറായി പോകുന്നവരുണ്ട്, ടൂർ അതുണ്ട്. അപ്പൊ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ മദീനത്ത് പോണില്ല? മദീനത്ത് ആരാണ് അല്ലെങ്കിൽ ഇന്നത്തെ ആള്? അയാൾ പോയില്ല.
അയാൾ പോയില്ല, അയാൾ പോകും വേണ്ട, അയാൾ ആ മുഖം കാണുകയും വേണ്ട, അയാൾക്കതിന് വിധിയില്ല, ആഖിറത്തിലും വിധിയില്ലാത്ത ഏറ്റവും വലിയ ദുർഭാഗ്യക്കാരൻ എന്നല്ലാതെ എന്ത് പറയാൻ. മൻസാറ ഖബരി, എന്നെ ഒരാൾ സിയാറത്ത് ചെയ്താൽ വജബത്ത് ലഹു ശഫാഅത്തി, അവനിക്ക് എൻ്റെ ശുപാർശയുണ്ടായിരിക്കും, അവനിക്ക് എൻ്റെ റെക്കമെൻഡ് ഉണ്ടായിരിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. ഈ ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലേ ഒരുത്തൻ മദീനയിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് ആ അസുഖാണ് ഈ അസുഖാണെന്ന് പറഞ്ഞിട്ട് ഒരാളോട് അയാളെ വലിച്ചു കൊണ്ടുപോയി മദീനത്തേക്ക് മറ്റൊരുത്തൻ വലിച്ചു കൊണ്ടുപോയി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തേനൊന്നും കൊണ്ടാകരുത്. നമ്മള് ഒരു സാധനത്തിനെ ബഹുമാനിക്കണേനല്ലേ കൊണ്ടാകാൻ പാടുള്ളൂ, അല്ലാത്തിനെ കൊണ്ടാകാൻ പാടില്ലല്ലോ. കേടെടുത്തൂലേ? ഓനക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടല്ല, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകുന്നതും താല്പര്യമില്ല. എന്നിട്ട് അവനെ വലിച്ചു കൊണ്ടുപോയി ആ അഹ്സനായ മനുഷ്യനെ, ആ ശൈത്താനെ അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ചില സുന്നി ഉണ്ടാക്കലേരുണ്ടല്ലോ, സുന്നി ഉണ്ടാക്കുക, വഹാബിനെ നബിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സുന്നി ഉണ്ടാക്കുക. തങ്ങൾക്ക് വിഷമാവൂലേ? അങ്ങനെ സുന്നി ഉണ്ടാക്കലൊന്നും ഇസ്ലാമിലില്ല. എങ്ങനെങ്കിലും ജുവാ എന്നിട്ട് വഹാബിനെ തന്നെ കൊണ്ടുവരിക. അങ്ങനെ കടത്താൻ പാടില്ല. വിദ്യാർത്ഥികാരുമായി അങ്ങനെയൊന്നും ഇബാദത്തിൽ പങ്കാക്കാൻ പാടില്ല. അവർ അവരുടെ വഴിക്ക് പോകട്ടെ, അവരോട് ഉപദേശിക്കാം. അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷേ നീ ഞങ്ങളെ പള്ളിയിൽ വാ, എന്നിട്ട് ജുമാക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടരുത്. നമ്മളെ ജുമാനെ ബാത്തിലാവും. ഒരു മൗമൂമിങ്ങൾ ഏതെങ്കിലും ഒരാൾ മോശപ്പെട്ടവനായാൽ ആ ജമാഅത്തിന് നുഖ്സാനുണ്ട്, സ്ഥാനക്കുറവുണ്ട് എന്നാണ്. എത്രത്തോളം ഇമാമിന് തെറ്റുവരും ഖിറാഅത്തിൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൗമൂമിങ്ങൾ മോശപ്പെട്ടവരായാൽ, ഇമാമ് മോശപ്പെട്ടവനായാൽ മൗമൂമിനും തെറ്റുവരും, മൗമൂമിന്റെ ഹൃദയം അന്താളിച്ചു പോകും. ഇത് രണ്ടും ഗൗരവമുള്ളതാണ്. ഇമാം ആരാകണം, മൗമൂം ആരാകണം. അത് ചെറിയ വിഷയമല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ തന്നെ ഈ വിഷയത്തിന് തിരഞ്ഞെടുക്കുന്നത്. ഈ സ്വഭാവം അറേബ്യൻ നാടുകളിൽ കാണൂല. അങ്ങോട്ട് നിൽക്കല ഓരോരുത്തര്. ഈ ഹൃദയമാണ് അതിന്റെ മാനദണ്ഡം. അറിവ് വേണം. അള്ളാഹു ആരെന്നറിയണം, നബി തങ്ങൾ ആരെന്നറിയണം, അവർക്കുള്ള വിശേഷണങ്ങൾ അറിയണം. അത് പഠിച്ചവർക്കാണ് നമ്മൾ സഖാഫി എന്നും അസ്സനി എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെവരെ അല്ലാതെ നിർത്തിയാൽ, അല്ലെങ്കിൽ അതുപോലുള്ള അറിവുള്ള കോളേജിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. അറിവുള്ളവരല്ലാതെ നിർത്തുമ്പോൾ അങ്ങനത്തെ ഒരു നിൽക്കാൻ തന്നെ തയ്യാറാകരുത്. ഒറ്റക്ക് കരിച്ചോ. ഉമ്മിയായ മനുഷ്യൻ മറ്റുള്ളവർക്ക് ഇമാമു നിൽക്കെ, അത് ഗൗരവമുള്ള കേസാണ്. ഇയാളെ വലിച്ചു കൊണ്ടുപോയി സുന്നി ഉണ്ടാക്കാൻ വേണ്ടി ഒരാള് എന്തുണ്ടായി? അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ആ പോകുന്ന വണ്ടി വഴിയിൽ വെച്ച് ആക്സിഡന്റ് ആയി, കൊണ്ടായ ആളും മരിച്ചുപോയി, ആ സിയാറത്തിന് ഉദ്ദേശിച്ച വഹാബിയും മരിച്ചുപോയി. രണ്ടുപേരും മരിച്ചു. മരണം, വിധിയും ആക്സിഡന്റുകളും വിദേഹത്തോട് ബന്ധപ്പെട്ടതല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ അങ്ങനെ ചാർത്തുന്നുമില്ല. അതിൽ സുന്നികൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ആ വണ്ടിയിൽപ്പെട്ട പലരും മരിച്ചുപോയി. ബിദഅകളെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് അടുപ്പിക്കാൻ പാടില്ല. ആ മഹത്തായ സമക്ഷം, അത് വലിയ മുതഹറായ മലക്കുകളെ കൊണ്ട് നിബിഡമായ ലോകമാണ്. മുത്തുനബിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ എല്ലാ ദിവസവും ആയിരക്കണക്കിന് മലക്കുകൾ തിരകെട്ടടിച്ച് സ്വലാത്ത് ചെല്ലുന്നുണ്ടെന്നാണ് സൂഫിയാക്കൾ പറയുന്നത്. അവരുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ പറയുന്നത്. മനുഷ്യനെ ആരും ചെയ്യാതിരുന്നാൽ തന്നെ ആ മലക്കുകൾ അവിടെ ഇറങ്ങി വന്നുകൊണ്ട് ഖുബത്ത് ഷരീഫയിലേക്ക് ഇറങ്ങുന്നവർ, ഖബർ ഷരീഫയിലേക്ക് ഇറങ്ങുന്നവർ, ഹുജറത്തു ഷരീഫയിലേക്ക് ഇറങ്ങുന്നവർ, ചാലിയം പള്ളിയിൽ മലക്കുകൾ വരുന്നുണ്ട്. അത് ആ മലക്കുകളല്ല, റഹ്മത്തിന്റെ മലക്കുകൾ തന്നെ. അത്ര മഹത്വം ഇവർക്കില്ല. യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ. യതആഖബു ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ. റിപ്പോർട്ടുകളുണ്ട്. രാത്രിയും പകലും മലക്കുകൾ നിങ്ങളിൽ കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന്
സുബഹിന്റെ ടൈമിൽ രാത്രിയിലെ മലക്കുകൾ സുബഹിന്റെ ടൈമിൽ തിരിച്ചു പോകാൻ വേണ്ടി അവർ ജമാഅത്തിൽ പങ്കെടുക്കും. സുബഹിന്റെ ടൈമിൽ മഗ്രിബിന്റെ അതുപോലെ തന്നെ പകലത്തെ മലക്കുകൾ വന്നിറങ്ങി അവര് അതിനും പങ്കെടുക്കും. ആ രണ്ടു കൂട്ടരും പങ്കെടുക്കുമ്പോൾ അതിൽ നിങ്ങൾ പങ്കെടുക്കണം. അല്ലാഹു പറഞ്ഞു ഖുർആനൽ ഫജ്രി, സുബഹി ജമാഅത്തിന് നിങ്ങൾ പങ്കെടുക്കണം. ഫഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, പ്രത്യേക മലക്കുകൾ പങ്കെടുക്കുന്ന നിസ്കാരമാണ് സുബഹി ജമാഅത്ത്. ആദ്യത്തെ ജമാഅത്തിനാണ് ഇത് കിട്ടുക. നമ്മളെ പള്ളിയിൽ വളരെ കുറഞ്ഞ ആളുകളാണുള്ളത്. ഇത്ര പോരെ ആളുകളുണ്ട് പെരയിൽ നിസ്കരിക്കും. കുറ്റം പറയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിന്റെ മഹബ്ബത്ത് നമുക്ക് ഏറ്റി തെരുമാറാകട്ടെ. ആ മഹബ്ബത്തിലൂടെ ജീവിച്ച് അതിലൂടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ ഇതിലേക്ക് ഒരുങ്ങി ഇതിനു വേണ്ടി നിങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പറഞ്ഞു തരുന്നത് കൊണ്ട് അല്ലാഹു തആല എൻ്റെ ആരോഗ്യത്തെയും നമ്മുടെ എല്ലാ ആത്മീയ ആരോഗ്യത്തെയും അല്ലാഹു തആല വളർത്തി തരുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.